ലക്ഷ്മിപ്രിയയുടെ മുഖംമൂടി വലിച്ചു കീറി ശാന്തിവിള ദിനേശ്. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അമ്മയിൽ നിന്ന് പുറത്തായ വോട്ടില്ലാത്ത നമ്മുടെ ലക്ഷ്മിപ്രിയ അതിനുശേഷം വളരെ വിഷമത്തോടു കൂടി കുറേ പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ ശവം കാണാൻ ആരും വരണ്ട എന്നാണ് പറയുന്നത്. അതിന് മറുപടിയായി നടി ഉഷ വന്നിരുന്നു. നിൻ്റെയൊക്കെ ശവം ആർക്ക് കാണണം എന്നവർ ചോദിക്കുന്നു. അതുമാത്രമല്ല, ശാന്തിവിള ദിനേശ് ലക്ഷ്മിപ്രിയയ്ക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയ ഇട്ട പോസ്റ്റ് ഞാൻ ചുരുക്കിയൊന്ന് പറയാം. മുതിർന്ന അംഗങ്ങളായ കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ തുടങ്ങിയ നടിമാർ ജീവിച്ചിരിക്കുമ്പോഴാണ് താൻ മരിക്കുന്നത് എങ്കിൽ ഇവരാരും എന്നെ കാണാൻ വരണ്ട. 60 വയസ്സുവരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട. ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം വേണ്ട. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർ വന്നാൽ മതി. ബാക്കിയുള്ളവർ ഈ പടി കടന്നു വരണ്ട എന്നിങ്ങനെയൊക്കെയാണ് പോസ്റ്റിൽ. ഇതിന് മറുപടിയായി ഉഷ എന്ന നടി വന്നിട്ടുണ്ട്. അവർ പറയുന്നത്, ചാനലുകൾ തോറും കയറിയിരുന്ന് വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ഇല്ല, അംഗീകരിക്കാനും ഞങ്ങൾക്ക് മനസ്സില്ല. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാൻ പറ്റാതെ പുറത്തായതിൻ്റെ രോദനമായേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. അൻസിബ കഴിഞ്ഞ 10 മാസമായി അനുഭവിച്ച വിഷമങ്ങൾ, അപമാനങ്ങൾ, അവഗണനകൾ ഇതെല്ലാം ഞങ്ങൾ ഇന്നലെ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ് ശരി, അതുകൊണ്ട് ഞങ്ങൾ അവളെ ചേർത്ത് പിടിച്ചു. വാ തുറന്നാൽ വർഗീയത പറയുന്ന നിങ്ങളുടെ ശവം കാണേണ്ട ആവശ്യം എനിക്കില്ല എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാണ് ഉഷ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശാന്തിവിള ദിനേശ് പറയുന്നത് ലക്ഷ്മിപ്രിയയൊക്കെ പോയത് നല്ല കാര്യമാണെന്നാണ്. അൻസിബയ്ക്ക് നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മ സംഘടനയിലുള്ള 250-ൽ പരം ആൾക്കാർ അൻസിബയ്ക്ക് അനുകൂലമായി ഒപ്പുവെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലക്ഷ്മിപ്രിയയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇഷ്ടമല്ല. നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് എനിക്ക് സംസാരിക്കണ്ട. എന്തായാലും രാജിവെച്ച് പോയല്ലോ. 20 ലക്ഷം രൂപയുടെ കേസിലെ പ്രതിയാണ്. എന്നിട്ട് ചാനലുകളിൽ വന്നിരുന്ന് പറയും ഞാനാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്ന്. മുഴുവൻ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. നട്ടാൽ കുരുക്കാത്ത കള്ളമേ അവർ പറയും. അൻസിബയ്ക്ക് എതിരെ 6 കോടിയുടെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറയുന്നു. അതിൻ്റെ 10% 1 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാലേ കേസ് നടത്താൻ പറ്റൂ. അതുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ പറ്റിച്ച പ്രൊഡ്യൂസർക്ക് കൊടുത്ത് കേസ് നിർത്തിക്കൂടെ എന്നൊക്കെ കൂടി ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. അതുപോലെ മല്ലിക സുകുമാരനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. അവർ ഇരട്ടത്താപ്പാണ് എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും മുമ്പിൽ അൻസിബയെ പറഞ്ഞതാണ് ശരിയെന്ന് പറയുകയും എന്നാൽ പരോക്ഷമായി ശ്വേതയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ശ്വേതാ മേനോന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയിലെ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്. ശ്വേതാ മേനോനും ടിനി ടോമും ഓരോന്ന് പറഞ്ഞ് മല്ലിക സുകുമാരനെ അവരുടെ പക്ഷത്താക്കി വെച്ചേക്കുമായിരുന്നു. അതാണ് മീഡിയയിൽ വന്നിരുന്ന് അമ്മയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് അൻസിബയ്ക്ക് മാത്രം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. മല്ലിക സുകുമാരനും പറഞ്ഞല്ലോ, അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചോ? ഇല്ലല്ലോ. എന്തായാലും അമ്മയിലെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കക്കാരി സത്യത്തിൽ ലക്ഷ്മിപ്രിയയാണ്. കാരണം ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിരുന്നല്ലോ. അവിടം തൊട്ട് തുടങ്ങിയതാണ് അമ്മയിലെ പൊട്ടിത്തെറി. എന്തായാലും അൻസിബയ്ക്ക് നീതി കിട്ടി, അതൊരാശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.